ഹൈസ്കൂൾ ഗ്രാമറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമർ ടോപ്പിക്കാണ് phrasal verbs. So the question is, what is a phrasal verb? I'll give you a simple definition. A phrasal verb is a combination of a verb and a preposition. Yes sir. ഏറ്റവും സിമ്പിളായി നമുക്ക് പറയാം, ഒരു വേർബിന്റെയും പ്രപ്പോസിഷന്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ ഫ്രേസൽ വേർബ് എന്ന് വിളിക്കുക. ദാറ്റ് ഡസന്റ് മീൻ ഇംഗ്ലീഷിലെ എല്ലാ വേർബിന്റെ കൂടെ ഇംഗ്ലീഷിലെ ഏതെങ്കിലും ഒരു പ്രപ്പോസിഷൻ ചേർത്ത് കഴിഞ്ഞാൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രേസൽ വേർബ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയില്ല. ഇംഗ്ലീഷിൽ ഓൾറെഡി കുറച്ചധികം ഫ്രേസൽ വേർബ്സ് ഉണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവല്ല. ഫോർ ഇൻസ്റ്റൻസ്, ഞാൻ പുട്ട് എന്ന് പറഞ്ഞ ഒരു വേർബ് എടുക്കുന്നു. പുട്ട് എന്ന് പറഞ്ഞ വേർബിന്റെ മീനിങ് വെക്കുക എന്നാണ്. ഞാൻ ഇതിന്റെ കൂടെ ഓൺ എന്ന് പറഞ്ഞൊരു പ്രപ്പോസിഷൻ ചേർക്കുന്നു. ആൻഡ് ദ റിസൾട്ടന്റ് ഫ്രേസൽ വേർബ് വിൽ ബി പുട്ട് ഓൺ. ആദ്യത്തെ കാര്യം, ഞാൻ ഇത് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തതല്ല, ഇത് ഓൾറെഡി ഇംഗ്ലീഷിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ഫ്രേസൽ വേർബാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, പുട്ട് എന്ന് പറഞ്ഞാൽ വെക്കുക എന്നാണ്, ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നാണ്. അപ്പൊ ഉറപ്പായിട്ടും പുട്ട് ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിന്റെ മീനിങ് മുകളിൽ വെക്കുക എന്നാണ്. സർ, യു ആർ അബ്സല്യൂട്ട്ലി റോങ്. എനിക്ക് മനസ്സിലായി, അതല്ലേ നിങ്ങൾ പറയുന്നത്? ഉറപ്പായിട്ടും. കാരണം പുട്ട് ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിന്റെ മീനിങ് ധരിക്കുക എന്നാണ്, ടു വെയർ എന്നാണ്. സർ, അതെങ്ങനെയാ സർ ശരിയാവാ? ഐ ഗിവ് യു വൺ മോർ എക്സാമ്പിൾ. നോക്കൂ, ഞാൻ ടേൺ എന്ന് പറഞ്ഞ ഒരു വേർബ് എടുക്കുന്നു. ടേൺ. അതിന്റെ കൂടെ ഞാൻ അപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രപ്പോസിഷൻ ആഡ് ചെയ്യുന്നു. ആൻഡ് ദ റിസൾട്ടന്റ് ഫ്രേസൽ വേർബ് വിൽ ബി ടേൺ അപ്പ്. ടേൺ എന്ന് പറഞ്ഞാൽ കറങ്ങുക എന്നാണ്, അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നാണ്. ഫോർ ഇൻസ്റ്റൻസ്, നിങ്ങൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷുകാർ നിങ്ങളോട് വന്ന് ചോദിക്കുന്നു, ഡിഡ് ദ ട്രെയിൻ ടേൺ അപ്പ്? ഡിഡ് ദ ട്രെയിൻ ടേൺ അപ്പ്? അപ്പൊ നിങ്ങൾ പറയോ, സാറേ, ട്രെയിന് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ മുകളിലോട്ട് കറങ്ങിയിട്ടല്ല പോവാ, നേരെയാണ് പോവാ. Okay? Actually, he asked a right question to the wrong person because we don't know the meaning of turn up. Turn up എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിന്റെ മീനിങ് ടു അറൈവ് എന്നാണ്, എത്തിച്ചേരുക എന്നാണ്. സോ ആ പാവം ഇംഗ്ലീഷുകാരൻ നമ്മളോട് ചോദിച്ചത്, ഡിഡ് ദ ട്രെയിൻ ടേൺ അപ്പ്? ഡിഡ് ദ ട്രെയിൻ അറൈവ്? ട്രെയിൻ എത്തിച്ചേർന്നു എന്നാണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഫ്രേസൽ വേർബ്സിന്റെ മീനിങ് ഗസ് ചെയ്യാന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അതിൽ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന വേർഡ്സിന്റെ മീനിങ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങനെ ഗസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസൽ വേർബ്സ് ഇംഗ്ലീഷിൽ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. നമ്മുടെ ഓണപരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഒരു 1-2 നമുക്ക് അതുപോലെ ഗസ് ചെയ്യാൻ ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെ പ്രശ്നം, കുറെ ഫ്രേസൽ വേർബ്സിന്റെ മീനിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കമ്പൈൻ ചെയ്യുന്ന വേർഡ്സിന്റെ മീനിങ് വെച്ചിട്ട് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ ദാറ്റ്? I have a solution. നമുക്ക് കുറച്ച് ഫ്രേസൽ വേർബ്സ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, റെഡി? ബട്ട് വി ഹാവ് എ പ്രോബ്ലം. എന്താണ്? യെസ്, നിങ്ങൾ വായിച്ചു, ഇംഗ്ലീഷിൽ there are more than 5,000 different phrasal verbs, which means നമ്മൾ ഇപ്പൊ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ട് 5000 ഫ്രേസൽ വേർബ്സ് നമ്മൾ പഠിച്ചു തീരും. മേ ബി കൊല്ല പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും, പക്ഷേ നാളത്തെ പരീക്ഷയ്ക്ക് ഉപകാരപ്പെടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അതിന് നമ്മുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള, റിപ്പീറ്റഡ് ആയിട്ടുള്ള, പെട്ടെന്ന് നമുക്ക് മീനിങ് ഗസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഫ്രേസൽ വേർബ്സ് പഠിച്ചു വെക്കുന്നു. ഇത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും എന്നല്ല നമ്മൾ പറയുന്നത്. ഇത് പഠിച്ചു വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു 4-5 ഓപ്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 2 ഓപ്ഷൻ 3 ഓപ്ഷൻ നമ്മൾ പഠിച്ചാണെങ്കിൽ ബാക്കി നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ദ ഇന്റൻഷൻ ഓഫ് ദിസ് വീഡിയോ. വി ആർ ഗോയിങ് ടു ലേൺ, വി ആർ ഗോയിങ് ടു ലുക്ക് ഇൻ ടു എ ഫ്യൂ very important phrasal verbs based on the previous year questions. So let's begin, ladies and gentlemen. So here it is. നമ്മൾ phrasal verbs നെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് put on പറയാതെ തുടങ്ങാൻ പറ്റില്ല, അല്ലെ? put on എന്ന് പറഞ്ഞ phrasal verbന്റെ മീനിങ് to wear എന്നാണ്, അല്ലെങ്കിൽ ധരിക്കുക എന്നാണ്. And that begs an important question. So put on എന്ന് പറയുന്നത് wear ആണെങ്കിൽ put off എന്താണ്? put on wear ആണെങ്കിൽ പുട്ട് ഓഫ് എന്താണ്? കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അഴിക്കുക എന്നല്ല. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു പോസ്റ്റ് പോൺ എന്നാണ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു പോസ്റ്റ് പോൺ എന്നാണ്. അതായത് ഒരു കാര്യം, ഒരു പരിപാടി മാറ്റിവെക്കുക എന്നാണ്. ഇനി നമ്മൾ പുട്ടോണിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ആലോചിച്ച് നോക്കി. എന്താണ് പുട്ടോണിന്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള ഫ്രേസൽ വേർബ്? അങ്ങനെ ഒരു ഫ്രേസൽ വേർബ് ഉണ്ടോ? യെസ്, ദർ ഈസ്. അത് ഏതാണ്? അത് ടേക്ക് ഓഫ് ആണ്. ഏതാണ്? ടേക്ക് ഓഫ് ആണ്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിന്റെ മീനിങ് ടു റിമൂവ് എന്നാണ്. എന്താണ്?
ടു റിമൂവ് എന്നാണ്. യെസ് നിങ്ങൾ ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. സാർ, ഈ വിമാനം പറന്ന് പൊന്തുന്നതിനും നമ്മൾ ടേക്ക് ഓഫ് എന്നല്ലേ വിളിക്കുക? അബ്സല്യൂട്ട്ലി റൈറ്റ്. സോ ടേക്ക് ഓഫിന് രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് ടു റിമൂവ് എന്നാണ്, ഒന്ന് വിമാനം പറന്ന് പൊന്തുക എന്നാണ്. നമുക്ക് വിമാനം പറന്ന് പൊന്തുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, ഏതാണ്? എ ഷീൽഡ് ഓഫ് കറേജ്. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ അങ്ങനെ കൂടെ ആലോചിച്ച് വെക്കുക. ടേക്ക് ഓഫിന് രണ്ട് മീനിങ്സ് ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കുക. ഇമ്പോർട്ടൻറ്റ് ഫ്രേസൽ വെർബ്. നെക്സ്റ്റ് വൺ ഈസ് പുട്ട് അക്രോസ്. വാട്ട് ഈസ് പുട്ട് അക്രോസ്? പുട്ട് അക്രോസ് എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം മലയാളം എഴുതാം. പുട്ട് അക്രോസ് എന്ന് വെച്ചാൽ ഒരു കാര്യം പറയുക എന്നാണ്. ഒരു കാര്യം പറയുക എന്നാണ്. ഇനി ഇംഗ്ലീഷ് എഴുതാം ടു കമ്മ്യൂണിക്കേറ്റ്. അത് എഴുതാൻ ഒരു കാരണമുണ്ട്. ടു കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മലയാളത്തിലേക്ക് ആശയവിനിമയം നടത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആവും. ഒന്നുമില്ല, ഒരാളുടെ കാര്യം പറയുക, അവതരിപ്പിക്കുക, അതിനൊക്കെ നമ്മൾ എന്ത് പറയും? പുട്ട് അക്രോസ് എന്ന് പറയും. ആൻഡ് പുട്ട് അക്രോസ് പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ആരെ കുറിച്ച് സംസാരിക്കണം? പുട്ട് ഫോർവേഡിനെ കുറിച്ച് സംസാരിക്കണം. പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ടു സജസ്റ്റ് എൻ ഐഡിയ എന്നാണ്, അല്ലെ? ഒരാശയം, ഒരു കാര്യം, ഒരു പ്ലാൻ അവതരിപ്പിക്കുന്നതിനാണ് നമ്മൾ പുട്ട് ഫോർവേഡ് എന്ന് പറയും. നെക്സ്റ്റ് ഈസ് പുട്ട് അപ്പ് വിത്ത്. വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം പുട്ട് അപ്പ് വിത്ത്, അല്ലെ? പുട്ട് എന്ന് വെച്ചാൽ വെക്കുക, അപ്പ് എന്ന് വെച്ചാൽ മുകളിൽ, വിത്ത് എന്ന് വെച്ചാൽ കൂടെ. പുട്ട് അപ്പ് വിത്ത് എന്ന് വെച്ചാൽ മുകളിൽ കൂടെ വെക്കുക. അബ്സല്യൂട്ട്ലി നോട്ട്. പിന്നെ എന്താണ് പുട്ട് അപ്പ് വിത്ത് എന്ന് വെച്ചാൽ? പുട്ട് അപ്പ് വിത്ത് എന്ന് വെച്ചാൽ ടു ടോളറേറ്റ് എന്നാണ്. പുട്ട് അപ്പ് വിത്ത് എന്ന് വെച്ചാൽ എന്താണ്? ടു ടോളറേറ്റ് എന്നാണ്. മലയാളം വേണ്ടവര് സഹിക്കുക എന്നാണ്, അല്ലെ? സഹിക്കുക. ഐ കനോട്ട് പുട്ട് അപ്പ് വിത്ത് ദ വെദർ. എനിക്ക് വെദർ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. നെക്സ്റ്റ് സെറ്റ് ഓഫ്. വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സെറ്റ് ഓഫ് പറയുമ്പോൾ ഞാൻ അതിന്റെ കൂടെ എപ്പോഴും പറയാനുള്ള ഫ്രേസൽ വെർബ് ആണ് സെറ്റ് ഔട്ട്. സോ സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാലും സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാലും ടു സ്റ്റാർട്ട് എ ജേർണി ഓർ ടു ബിഗിൻ എ ജേർണി എന്നാണ്. ഒരു സ്ഥലത്തേക്ക് പോവുക. ഓക്കെ, അത് നിങ്ങൾ ഈ ബാക്ക് പാക്ക് ചെയ്ത് കുളു മണാലിലേക്ക് പോകുന്നതിനോ കാശ്മീരിലേക്ക് പോകുന്നതിനോ മാത്രമല്ല, നിങ്ങൾ ഇവിടുന്ന് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പോകുന്നതിന് നമുക്ക് എന്ത് പറയാം? സെറ്റ് ഔട്ട് എന്നോ സെറ്റ് ഓഫ് എന്ന് പറയാം. നെക്സ്റ്റ് ഫ്രേസൽ വെർബ് ഈസ് സെറ്റ് അപ്പ്. സെറ്റിന്റെ കൂടെ നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടത് സെറ്റപ്പ്. സെറ്റപ്പ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന്റെ മീനിങ് നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടാവും. ടു ബിഗിൻ ഓർ ടു സ്റ്റാർട്ട് എന്നാണ്. ഒരു കാര്യം ആരംഭിക്കുക എന്നാണ് സെറ്റപ്പിന്റെ മീനിങ്. ഫോർ എക്സാമ്പിൾ, ഈ ഡബ്ബാവാല, ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സിൽ ഈ പറയുന്ന കോമൺ പീപ്പിൾ ആണ് ഈ പറയുന്ന ഡബ്ബാവാല സിസ്റ്റം എന്ത് ചെയ്ത് സെറ്റപ്പ് ചെയ്തത്. നെക്സ്റ്റ് കം അക്രോസ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് ആണ്. കം അക്രോസ് എന്ന് പറഞ്ഞ എന്താ? കം അക്രോസ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന്റെ മീനിങ് ടു മീറ്റ് എന്നാണ്, കണ്ടുമുട്ടുക എന്നാണ്. നെക്സ്റ്റ് വൺ ഈസ് ഗിവ് അപ്പ്. വെരി ഫെമിലിയർ ഫ്രേസൽ വെർബ്. നമ്മൾ പലപ്പോഴും മൊബൈൽ ഫോണിൽ സ്ക്രീൻ സേവർ ആക്കാറുണ്ട്. നെവർ എവർ ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ അഗൈൻ ഗിവ് അപ്പിന് രണ്ട് മീനിങ് ഉണ്ട് എന്ന് കുട്ടികൾ ആലോചിച്ച് വെക്കാം. ഗിവ് അപ്പ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന് ഒരു മീനിങ് ടു അബാൻഡൻ എന്നാണ്. ടു അബാൻഡൻ എന്നാണ്, അല്ലെങ്കിൽ എന്താണ്? ഉപേക്ഷിക്കുക എന്നാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബെത്തനി ഹാമിൽട്ടന്റെ ചാപ്റ്ററിൽ ബെത്തനി വാസ് നോട്ട് റെഡി ടു ഗിവ് അപ്പ് ഹെർ ഡ്രീംസ് ടു സർവ്, അല്ലെ? അവളുടെ ഒരു കൈ പോയിട്ടും അവളുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം ഓൾമോസ്റ്റ് സിമിലർ മീനിങ് ആണ്. ടു അക്സെപ്റ്റ് ഡിഫീറ്റ് എന്നാണ്. മലയാളം എഴുതുന്നില്ല, ഇച്ചിരി വലുതാണ്. ടു അക്സെപ്റ്റ് ഡിഫീറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പരാജയം സമ്മതിക്കുക എന്നാണ്. സോ ഇത്രയും കാര്യം നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കത് ഫീഡ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദ നെക്സ്റ്റ് വൺ, കോൾ ഓൺ. കോൾ ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന് വിളിക്കുകയുമായിട്ടൊരു ബന്ധമില്ല, പക്ഷേ വിസിറ്റുമായിട്ട് ബന്ധമുണ്ട്. കോൾ ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന്റെ മീനിങ് ടു വിസിറ്റ് എ പേഴ്സൺ എന്നാണ്. ടു വിസിറ്റ് എ പേഴ്സൺ. ഫോർ എക്സാമ്പിൾ എക്സ് കോൾഡ് ഓൺ വൈ അറ്റ് ഹിസ് ഹൗസ്, റൈറ്റ്? ഇനി അടുത്തത് കോൾ ഓൺ പറയുമ്പോൾ നിർബന്ധമായിട്ട് മിസ് ചെയ്യാതെ പറയേണ്ട ഒരു ഫ്രേസൽ വെർബാണ് കോൾ അറ്റ്. രണ്ടും മാറിപ്പോവാൻ സാധ്യതയുണ്ട്. കോൾ ഓഫ് എന്ന് കോൾ ഓൺ എന്ന് പറഞ്ഞാൽ ടു വിസിറ്റ് എ പേഴ്സൺ എന്നാണ്. കോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു വിസിറ്റ് എ പ്ലേസ് എന്നാണ്. അത് ഓർമ്മിച്ച് വെക്കേണ്ട സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ അറ്റ് എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ ഉപയോഗിക്കാറ് പ്ലേസിന്റെ മുമ്പിലാണ്, അപ്പൊ മറന്നുമില്ല. ദെൻ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൾ ഓൺ എന്നുള്ളത് കോൾ ഓനെ ഒരാളെ, അല്ലെ, ഒരു പേഴ്സണെ വിസിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഗോ ഓൺ. ഇമ്പോർട്ടൻറ്റ്, സിമ്പിൾ, ഫെമിലിയർ. ഗോ ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന്റെ മീനിങ് എന്താണ്? തുടരുക എന്നാണ്. ടു കണ്ടിന്യൂ എന്നാണ്. ലൈഫ് ഹാസ് ടു ഗോ ഓൺ, റൈറ്റ്? ടു കണ്ടിന്യൂ എന്നാണ്. അഗൈൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഗോ ഓൺ തരില്ല, പകരം എന്ത് തരും? വെന്റ് ഓൺ തരും. അപ്പൊ എന്റെ കുട്ടികൾ മനസ്സിലാക്കുക, ഗോ ഓണിന്റെ പാസ്റ്റ് ടെൻസ് ആണ് എന്ത്? വെന്റ് ഓൺ. കാരണം ഗോയുടെ പാസ്റ്റ് ടെൻസ് വെന്റ് ആണ്. ഗോ ഓൺ എന്ന് വെച്ചാൽ ഫ്രേസൽ വെർബിന്റെ പാസ്റ്റ് ടെൻസ് വെന്റ് ഓൺ ആണ്. നെക്സ്റ്റ് മേക്കപ്പ് വൺസ് മൈൻഡ്. മേക്കപ്പ് വൺസ് മൈൻഡ് സിമ്പിൾ ഫ്രേസൽ വെർബ് ആണ്. ഒരാളുടെ മനസ്സ് മേക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം തീരുമാനിക്കുക എന്നാണ്. ടു ഡിസൈഡ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ
അഗൈൻ ഇവിടെ എന്തിനാണ് വൺസ് എന്ന് കൊടുത്തത്? അവിടെ ആരും വരാം. മേക്കപ്പ് ഹെർ മൈൻഡ്, മേക്കപ്പ് ഹിസ് മൈൻഡ്, മേക്കപ്പ് ദർ മൈൻഡ്, മേക്കപ്പ് മൈ മൈൻഡ്, എങ്ങനെ വേണമെങ്കിലും വരാം. അതുകൊണ്ടാണ് വൺസ് എന്ന് കൊടുത്തത്. ഫോർ ഇൻസ്റ്റൻസ്, ഐ മെയ്ഡ് അപ്പ് മൈ മൈൻഡ് ടു റൈറ്റ് ദ എക്സാമിനേഷൻ. ഞാൻ എക്സാം എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, ഐ മെയ്ഡ് അപ്പ് മൈ മൈൻഡ് ടു ഫേസ് ദ ചാലഞ്ചസ്. ഓക്കെ, റെഡി. നെക്സ്റ്റ്, മേക്ക് ഔട്ട്. മേക്കപ്പ് വൺസ് മൈൻഡ് പറയുമ്പോൾ ഉറപ്പായിട്ട് മേക്ക് ഔട്ട് പറയണം. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ് എന്നാണ്, മനസ്സിലാക്കുക എന്നാണ്. ഐ ബിലീവ് യു കുഡ് മേക്ക് ഔട്ട് എവറിഥിങ് ഐ ഹാവ് taught you so far. ഇവരെ പഠിപ്പിച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന്, മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ദ സെക്കൻഡ് ലാസ്റ്റ്, ടേൺ അപ്പ്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ടേൺ അപ്പ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന്റെ മീനിങ് ടു അറൈവ് എന്നാണ്, എത്തിച്ചേരുക എന്നാണ്. ആൻഡ് ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, 10ാം ക്ലാസ്സിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന, കഴിഞ്ഞ വർഷമൊക്കെ 9ാം ക്ലാസ് ചോദിച്ചത് ഫ്രേസൽ വെർബ് ടേക്കൺ അബാക്ക്. ടേക്കൺ അബാക്ക്. For example, when the hijackers got into the plane, every passengers were taken aback. Taken aback എന്ന് വെച്ചാൽ എന്താ? ടു ഷോക്ക് ആൻഡ് സർപ്രൈസ് എന്നാണ്, ഞെട്ടിത്തരിക്കുക എന്നാണ്. ടു ഷോക്ക് ആൻഡ് സർപ്രൈസ് എന്നാണ്, അല്ലെങ്കിൽ എന്താണ്? ഞെട്ടിത്തരിക്കുക എന്നാണ്. ഓക്കെ ആണല്ലോ, കാര്യം മനസ്സിലായല്ലോ. ആൻഡ് ഹിയർ ഈസ് ദാറ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻ യു ആർ വെയിറ്റിംഗ് ഫോർ. നോക്കൂ, ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. ഏതൊക്കെയാണ്? പുട്ട് എക്രോസ് ഉണ്ട്, ടു കമ്മ്യൂണിക്കേറ്റ് എന്നാണ്. സെറ്റ് ഔട്ട്, ടു സ്റ്റാർട്ട് എ ജേർണി എന്നാണ്. പുട്ട് ഓൺ, ധരിക്കുക എന്നാണ്. കെയിം അക്രോസ്, കണ്ടുമുട്ടുക എന്നാണ്. പുട്ട് അപ്പ് വിത്ത്, സഹിക്കുക, ടോളറേറ്റ് ചെയ്യുക എന്നാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക. എന്നിട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് ഈ പാസേജ് മുഴുവൻ എഴുതണ്ട, നിങ്ങൾ ആൻസർ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ദ നറേറ്റർ കുഡ് നോട്ട് ഡാഷ് ദ ബ്രൂട്ടൽ വിൻഡ് ഇൻ ബാംഗ്ലൂർ. ഇത് ഏതാ ചാപ്റ്റർ? വെയിറ്റിംഗ് ഫോർ റെയിൻ, അനിത നായർ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ എന്താ പറയുക, കോണ്ടെക്സ്റ്റ് മനസ്സിലേക്ക് വന്നാൽ ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാവും. സോ അനിത നായർക്ക് ബാംഗ്ലൂരിലെ ബ്രൂട്ടൽ വിൻഡ് കുഡ് നോട്ട്, എന്തോ ചെയ്യാൻ പറ്റിയില്ല, ഉറപ്പായിട്ടും കുഡ് നോട്ട് പുട്ട് അപ്പ് വിത്ത്. ഓക്കെ, അത് മാത്രമല്ല, പുട്ട് അപ്പ് വിത്ത് കഴിഞ്ഞാൽ ദാ വരും കേട്ടെ. പുട്ട് അപ്പ് വിത്ത് ദി ബ്രൂട്ടൽ വിൻഡ് ഇൻ ബാംഗ്ലൂർ ദാറ്റ് വാസ് പുഷിംഗ് ദ മൺസൂൺ ക്ലൗഡ്സ് അവേ. ഡ്യൂറിംഗ് ഹർ ഡെയിലി കോൾസ് ടു ഹർ മദർ ഷീ യൂസ്ഡ് ടു ഡാഷ് ഹർ കൺസേൺ അബൌട്ട് ദ റിലക്റ്റന്റ് മൺസൂൺ റെയിൻ. റിലക്റ്റന്റ് മൺസൂൺ റെയിനെ കുറിച്ച് അവള് മദറിനോട് കൺസേൺസ്, അവളുടെ ആശങ്കകൾ എന്തോ ചെയ്യാറുണ്ട് അല്ലെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. എക്സാക്ട്ലി. അപ്പോ ബി എന്താണ്? ബി പുട്ട് എക്രോസ് ആണ്. ബി എന്താണ്? പുട്ട് എക്രോസ് ആണ്. See, one day she dashed from Bangalore to Kerala in search of the monsoon. ഇങ്ങനെയാണ് നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്നത്. ഒരിക്കലും അവൾ ബാംഗ്ലൂരിൽ നിന്ന് കേരളയിലേക്ക് മൺസൂൺ തേടി യാത്ര പുറപ്പെട്ടു. സോ യാത്ര പുറപ്പെട്ടു എന്ന അർത്ഥമുള്ള ഇവിടെയുള്ള ഫ്രേസൽ വെർബ് സെറ്റ് ഓഫ് അല്ല, ഇതാണ് സെറ്റ് ഔട്ട് ആണ്. ഡി, ഓൺ ബോർഡ് ദ ഫ്ലൈറ്റ് അല്ലെ, ഓൺ ബോർഡ് ദ ഫ്ലൈറ്റിനകത്ത് ഷീ ഡാഷ് മെനി യങ് മെൻ ഫ്രം നോർത്തേൺ ഇന്ത്യ അല്ലെ. നോർത്തേൺ ഇന്ത്യയിൽ ഒരുപാട് ചെറുപ്പക്കാരെ അവൾ എന്ത് ചെയ്തു? ഷീ കെയിം അക്രോസ്. കാരണം നമുക്ക് 2 ഓപ്ഷനെ ബാക്കിയുള്ളൂ, ഒന്ന് പുട്ടോൺ ആണ്, മറ്റൊന്ന് കെയിം അക്രോസ് ആണ്. എന്തായാലും നോർത്തേൺ ഇന്ത്യയിലെ ആണുങ്ങളെ അവിടെ എടുത്ത് കൊടുക്കാനൊന്നും സാധ്യതയില്ല. സോ ദ ആൻസർ ഈസ് കെയിം അക്രോസ്. ദ ആൻസർ ഈസ് കെയിം അക്രോസ്. ഓക്കെ, 2 കാര്യങ്ങളാണ്. ഒന്ന്, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. 2, ആൻസർ എഴുതുമ്പോൾ എന്ത് മതി? ഉത്തരം മാത്രം എഴുതിയാൽ മതി, പാസേജ് എഴുതണ്ട. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഓർ ഈസ് യൂസ്ഫുൾ. ഉറപ്പായിട്ടും വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു വരുത്, ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവും. ആൻഡ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഗ്രാമറും ഡിസ്കോഴ്സുകളും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാനും JD സാറും ലൈവിൽ വരുന്നുണ്ട് 7 മണിക്ക്. സോ ഉറപ്പായിട്ടും ആ ലൈവ് നിങ്ങൾ കാണാതെ പോകരുത്, അത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. സോ ഐ വിൽ സീ യു ദേർ. താങ്ക് യു.